മുതുകാടിന്റെ 2023 കഴിഞ്ഞ കൊല്ലം 2 കേസ്, ഒരു പ്രകൃതി വിരുദ്ധ പീഡനവും ഒരു പോക്സോ കേസും കഴക്കൂട്ടം സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ നാളെ എന്താ അത് മിക്കവാറിന്റെ വണ്ടിക്ക് മറ്റേ ലോറി കയറ്റി കൊല്ലലായിരിക്കും. ഇല്ല, സീരിയസ് ആയിട്ട് തമാശയല്ല. ഇത് എത്ര കോടി രൂപേന്റെ കളിയാന്നുള്ളത് ഇനി പറയാൻ പറ്റില്ല. ക്യാമറ ഓണാക്കി മുതുകാട് സംസാരിക്കില്ല. സംസാരിച്ച സമയത്ത് മുതുകാട് പറഞ്ഞ കേസാണ് സീക്രട്ട് ഏജന്റ് ഷിഹാബ് മലയത്ത്. ഈ 3 പേര് അങ്ങേക്ക് എന്ത് ചെയ്യണം? അങ്ങനെ ടൈം വരും, അങ്ങനെ ആ ടൈമിലിട്ട് കൊടുക്കും. ഹലോ മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ എൻ്റെ ഈ ചാനലിൽ നമ്മൾ മുതുകാടിൻ്റെ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. അതിന് കാരണം വേറൊന്നുമല്ല, തൂറി എറിയുന്ന പോലെ മുതുകാടിനെ പറ്റി ദിവസം 2 നേരം ഗുളിക കഴിക്കുന്ന പോലെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സീക്രട്ട് ഏജൻ്റ് ഉള്ളപ്പം നമ്മളൊക്കെ വീഡിയോ ഇട്ടാൽ ആര് കാണാൻ? സോ അതുകൊണ്ട് ആണ് ഞാൻ ഇത്ര നാൾ മുതുകാടിനെ പറ്റി വീഡിയോ ചെയ്യാതിരുന്നത്. അതിൻ്റെ പുറകിലുള്ളൊരു സത്യാവസ്ഥ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. സീക്രട്ട് ഏജൻ്റ് ആൻഡ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗത്താണോ മുതുകാടിൻ്റെ ഭാഗത്താണോ ശരിയെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് എൻ്റേതായിട്ടൊരു നിലപാട് ആ ഒരു സബ്ജക്റ്റിനകത്ത് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, സീക്രട്ട് ഏജൻറ്റിൻ്റെ കുറച്ച് വോയിസ് റെക്കോർഡിങ് കേട്ടപ്പം എന്തോ ഒരു സ്വാർത്ഥ താല്പര്യത്തോടെ മനഃപൂർവ്വം മുതുകാടിൻ്റെ മുഖത്ത് കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മുതുകാട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും പുറത്തു വരണം. എനിക്ക് ഈ വോയിസ് റെക്കോർഡിങ് കിട്ടിയത് സഫീന ബീബി എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. പുള്ളിക്കാരത്തെ പറ്റി പറയാനാണെങ്കിൽ കുറേ പറയേണ്ടിയിരിക്കുന്നു. പുള്ളിക്കാരത്തേക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു, ഒരു 100K ഒക്കെ ഉള്ള യൂട്യൂബ് ചാനലാണ്. അതിനകത്ത് കോപ്പിറൈറ്റൊക്കെ കിട്ടി, അത് പൂട്ടിപ്പോയി. ഇപ്പോൾ വേറൊരു യൂട്യൂബ് ചാനലിനകത്താണ് പുള്ളിക്കാരിയുടെ പരിപാടി. കൂടുതൽ പറയുന്നില്ല ഇവരെ പറ്റി, കാര്യം ഒരു വാപോയ കോടാലിയാണ്. സോ എന്തോ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂവിൻ്റെ സംബന്ധമായിട്ട് സീക്രട്ട് ഏജൻറ്റ് ഇവരെ വിളിച്ചപ്പം ഈ മുതുകാട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സീക്രട്ട് ഏജൻറ്റ് സഫീന ബീബി എടുത്ത്, വേറെ പേര് അങ്ങനെ തന്നെയല്ലേ, ബീബി ദാദാ എടുത്ത് പറയുകയുണ്ടായി. ഇതിൻ്റെ വോയിസ് റെക്കോർഡിങ് ഇവർ നൈസായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ലൈവിനകത്ത് ഇവരത് കാണിക്കുകയുണ്ടായി. സോ ആ ഒരു വോയിസ് റെക്കോർഡിങ് അത്യാവശ്യം ഭയങ്കര സീരിയസ് ഒരു ഇഷ്യൂ ആണ്. മുതുകാട് ഷിഹാബിനെ, അതുപോലെ തന്നെ സീക്രട്ട് ഏജൻറ്റ്, അതുപോലെ തന്നെ മുതുകാടിൻ്റെ ഗുരുവായിട്ടുള്ള മൈലത്ത്, അവൻ അങ്ങേരെയൊക്കെ കൊല്ലാൻ ശ്രമിക്കും, ഒരു തരം കിട്ടിയാൽ തിരിഞ്ഞു കുത്തും അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു വോയിസ് റെക്കോർഡിങ്ങിനകത്തൊക്കെ ഇയാൾ പറഞ്ഞു വെക്കുന്നത്. സോ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒന്ന് കേട്ടു നോക്കാവേ. അറിയാലോ, എനിക്ക് ഈ മുതുകാട് ഇഷ്യൂ ഉള്ളപ്പോൾ ഈ ചാനലിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് മുതുകാടിന് ഭയങ്കര ഒരു കിട്ടി. കാരണം മുതുകാടിന്റെ ആവശ്യം തന്നെ ഞാൻ സൈന പ്ലസിന്റെ ആങ്കർ അടക്കമുള്ള ടീം എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട്സാണ്, ഭയങ്കര ഫ്രണ്ട്സാണ്. ഇവര് മുതുകാടിന്റെ അവിടെ പോയി ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ പോയി അമ്മമാര്. അവര് വേറെ കുറെ ഫുട്ടേജും അവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അത് വീഡിയോനകത്ത് അവർ മുതുകാടിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനം ഇട്ടിട്ടുള്ളത്. പക്ഷെ ബേസിക്കലി അവര് പോവാൻ കാരണം ഞാൻ അവരെ ഇന്റൻഷനലി നിങ്ങൾ പോന്ന് പറഞ്ഞ് വിട്ടതാണ്. ആ ടൈമില് അവിടുന്ന് അവര് മുതുകാട് അവർ ക്യാമറ ഓണാക്കി മുതുകാട് സംസാരിക്കില്ല. സംസാരിച്ച സമയത്ത് മുതുകാട് പറഞ്ഞ കേസാണ് സീക്രട്ട് ഏജന്റ് ഷിഹാബ് മലയത്ത്. ഈ 3 പേര് അങ്ങേക്ക് എന്ത് ചെയ്യണം? അങ്ങനെ ടൈം വരും, അങ്ങനെ ആ ടൈമിലിട്ട് കൊടുക്കും. വോയിസ് ക്ലിയർ ആവാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ഒരു ചാനലുമായിട്ട് സീക്രട്ട് ഏജൻറ്റിന് അത്യാവശ്യം നല്ല കണക്ഷൻ ഉണ്ട്. ഇവർ ഈ മുതുകാടിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയും ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഓഫ് ക്യാമറ സമയത്ത് ഈ സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ അവരോട് മുതുകാട് പറയുകയുണ്ടായെന്ന് സീക്രട്ട് ഏജൻറ്റ്, അതുപോലെ തന്നെ ഷിഹാബ്, അതുപോലെ തന്നെ മലയത്തെന്ന് പറയുന്ന മുതുകാടിൻ്റെ ഗുരുവിനെയും ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ തിരിഞ്ഞു കൊത്തും. അത് നമ്മുടെ മുതുകാട് അറിയാതെ അവർ എന്തോ ഒരു റെക്കോർഡ് ചെയ്യുകയോ അങ്ങനെ സംതിങ് എന്തോ ചെയ്തിട്ട് സീക്രട്ട് ഏജൻറ്റ് അയച്ചു കൊടുക്കുകയും ആ ഒരു തെളിവ് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. സോ മനസ്സിലായോ? എനിക്കിതിനകത്ത് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുതുകാടിനെ പോലൊരു വ്യക്തി, അതും ഒരു മീഡിയയുടെ മുന്നിൽ വന്നിട്ട്, അത് ഓഫ് ക്യാമറയോ ഓൺ ക്യാമറയോ ആയിക്കോട്ടെ, ഇവരെയൊക്കെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
കള്ളനോ കൊള്ളക്കാരനോ ആരോ ആയിക്കോട്ടെ, മുതുകാടിന് അത്യാവശ്യം വിവരവും വെള്ളിയാഴ്ചയും ബുദ്ധിയുള്ളവനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ തിരിഞ്ഞു കൊത്തില്ല എന്ന് ഉറപ്പായിട്ടുള്ള ഒരുത്തൻ്റെ അടുത്താണ് അങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇതൊരു മീഡിയ ആണ്, അയാൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആളുകളാണ്. അവരെടുത്ത് ഓഫ് ക്യാമറയിൽ ഇങ്ങനെ സീക്രട്ട് ഏജൻറ്റിനെ അല്ലെങ്കിൽ ഷിഹാബിനെ അപായപ്പെടുത്തുമെന്ന് മുതുകാട് പറഞ്ഞതിൻ്റെ പ്രൂഫ് സീക്രട്ട് ഏജൻറ്റിൻ്റെ കയ്യിലുണ്ടെന്നാണ് ഈ സഫീന ബീവിയെ വിളിച്ച് സീക്രട്ട് ഏജൻറ്റിന് തള്ളുന്നത്. അത് ഒന്നെങ്കിൽ അത് വമ്പനൊരു തള്ളായിരിക്കും സീക്രട്ട് ഏജൻറ്റ് തള്ളാൻ വലിയ മിടുക്കനാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഇത്രയും എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു സാധനത്തിൻ്റെ പ്രൂഫ് സീക്രട്ട് ഏജൻറ്റിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തുമ്മേനും തൂരേനും എല്ലാം വീഡിയോ ഇടുന്ന സീക്രട്ട് ഏജൻറ്റ് എന്തുകൊണ്ടത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വോയിസ് റെക്കോർഡിങ് കഴിഞ്ഞിട്ടില്ല, നമുക്കിതിൻ്റെ ബാക്കി ഒന്ന് കേട്ടു നോക്കാം. അയാള് ഷിഹാബിനെ ആക്രമിക്കുമെന്ന് പറയുന്നതിൽ സത്യമുണ്ടോ? അയ്യോ പാവം. അല്ല, ഷിഹാബിന് എനിക്ക് എന്താ എന്റെ വീടിന്റെ അടുത്ത 8 കിലോമീറ്റർ ഉള്ളൂ ഷിഹാബിന്. അയാൾക്ക് പ്രൊട്ടക്ഷനോ വല്ലതോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ ഒരു വഴിക്ക് ഷിഹാബിനെ പറഞ്ഞതാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഏരിയയിലുള്ള നമ്മളെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഷിഹാബിനെ ചിലപ്പോ ഇവര് നല്ല പൊട്ടിയിൽ പൊട്ടിച്ചിട്ട് മുതുകാടിന്റെ തലയിൽ അത് കൊണ്ടുവച്ചാലും വെക്കൂന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഷിഹാബിനെ ആക്രമിക്കാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പം ചേച്ചി പറഞ്ഞ ഡയലോഗ്, ഷിഹാബിനെ ഹ്യൂമരനെ തൂക്കിയിട്ട് അവരുടെ തലയിൽ കൊണ്ട് വെക്കുമെന്ന്. ഇത് ഞാൻ പറയാമല്ലോ. ഇപ്പം മുതുകാട് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഈ സീക്രട്ട് ഏജൻറ്റും നല്ല കുഞ്ഞാന്ന് എനിക്കും തോന്നുന്നില്ല. പിന്നെ ഈ ഒരു ഇഷ്യൂവിനകത്ത് ഹീറോസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹീറോ ഇല്ല. രണ്ടു കൂട്ടരും വില്ലന്മാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുന്നോട്ട് എന്ത് പോയാൽ പോട്ടില്ലെങ്കിൽ കിട്ടിയാൽ അത് നടക്കൂല. കാരണം എന്താ, ഇന്നെ വിശ്വസിച്ചിട്ടാണ് ഷിഹാബ് ഇരിക്കുന്നത്. ഞാനും ഷിഹാബിൻ വിശ്വാസത്തിലാണ് മലയത്ത് സാർ ഇരിക്കുന്നത്. എന്നെ വിശ്വസിച്ചിട്ടാണ് ഷിഹാബ് ഇരിക്കുന്നത്, ഷിഹാബിനെ അങ്ങനെ വിശ്വസിച്ചിട്ടാണ് മറ്റേ മലയത്ത് സാർ ഇരിക്കുന്നത്. സോ ഇവരെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ്, പണ്ട് സീക്രട്ട് ഏജൻറ്റിനെ ഡോക്ടർ ക്രോം അറ്റാക്ക് ചെയ്യാൻ സമയത്ത് സീക്രട്ട് ഏജൻറ്റ് ഒരു പർട്ടിക്കുലർ വേർഡ് പറയാം, വെട്ടുകിളി ആക്രമണം. എനിക്ക് തോന്നുന്നു മുതുകാടിനെതിരെയുള്ള വെട്ടുകിളി ആക്രമണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു പടത്തലവനാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തലയ്ക്കടി എന്നാണെങ്കിലും ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ ആളെ എന്താ അത് മിക്കവാറിന്റെ വണ്ടിക്ക് മറ്റേ ലോറി കയറ്റി കൊല്ലലായിരിക്കും. ഇല്ല, സീരിയസ് ആയിട്ട് തമാശയല്ല. ഇത് എത്ര കോടി രൂപേന്റെ കളിയാന്നുള്ളത് ഇനി പറയാൻ പറ്റില്ല. അത്രയും വലിയ കളിയാ. ബാക്കിലുള്ള പേരുകൾ അത്രയും വലിയ പേരുകളാണ്. സുനിത സേഫാണ്, സുനിത പുറത്താണ്. സുനിത പുറത്താണ്. ഞാൻ സേഫ് അല്ല. പിന്നെ ഓൾറെഡി ഞാൻ അയാളായിട്ട് നല്ല അടഞ്ഞു നിൽക്കും. എനിക്ക് ഓൾറെഡി എന്റെ പേരിലൊരു കേസ് ഇതിലൊരു നിങ്ങളെ ആരും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിന്റെ പേര് ഇതിന് മുമ്പേ കൊടുത്തതാ. അതും ഒക്കെപ്പാടെ കൂടെയായിട്ട് എനിക്കിത് അങ്ങനെ പണി വരും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുക. ഞാൻ അതാണ് മലപ്പുറത്തോട്ട് പോവാത്തത്. ഞാൻ എന്റെ മക്കളോട്ട് പോണേയില്ല പുറത്ത്. മലപ്പുറം കടന്ന് ചുറ്റും വീട്ടിൽ വരും, വൈകുന്നേരം കിടക്കും. ആ ഒരു സ്കീമിന് മാത്രം മുന്നോട്ട് പോകണം. ഇവൻ ഷിഹാബ് ആണെങ്കിലും ഏറ്റെടുക്കണില്ല മോട്ടിവേഷൻ ഒന്നും. കൂളായിട്ടാ പോകണം ഷിഹാബ്. സോ പുള്ളി പറയുന്നത് പുള്ളിയെ പുറത്തോട്ടിറങ്ങിയ മുതുകാട് തട്ടും എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ വണ്ടി കയറ്റി കൊല്ലും. ഷിഹാബ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ മോട്ടിവേഷണൽ സ്പീക്കറാണ്. അതുകൊണ്ട് ഇപ്പം പേടിച്ചിട്ട് പുള്ളി പുറത്തോട്ടിറങ്ങുന്നില്ല, പുതിയ മോട്ടിവേഷൻ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സീക്രട്ട് ഏജൻറ്റ് പുറത്തോട്ടൊന്നും പോകുന്നില്ല, മലപ്പുറത്ത് തന്നെ കടന്ന് കറങ്ങുകയാണ് വണ്ടിക്കകത്ത്. സോ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ മുതുകാട് തട്ടും എന്നുള്ള രീതിയിലാണ് പുള്ളിയും സംസാരിക്കുന്നത്. സീക്രട്ട് ഏജൻറ്റ് പറയുന്നു മുതുകാട് ഇയാളെ കൊല്ലുമെന്ന് പറയുന്നതിൻ്റെ തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇത്രയും വലിയ ത്രെട്ട് ഇയാളുടെ തലയ്ക്ക് മേടുണ്ട്. എന്നിട്ട് ഇയാൾ എന്തുകൊണ്ട് പോലീസിനെ സമീപിക്കുന്നില്ല, പോലീസിനൊരു പരാതി കൊടുക്കുന്നില്ല? സാറേ എനിക്കൊരു ത്രെട്ട് ഉണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ. സോ തെളിവുമെല്ലാം വെച്ച് പരാതി കൊടുത്താൽ എന്താ പറയുക, ഒരു പരിധി വരെ ചിലപ്പം രക്ഷപ്പെടാം. അങ്ങനെ അല്ലെങ്കിൽ ഇയാൾ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി നല്ല ഒന്നാന്തരം ഒരു മാനിപ്പുലേറ്ററാണ്. സത്യത്തെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ്റെ വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. സോ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ ഫോളോ ചെയ്യുന്നൊരു ആളാണ്. അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. കുറേ കാര്യങ്ങളൊക്കെ സത്യമുണ്ട്. പക്ഷേ ഇപ്പം ഈ റീസെൻ്റായിട്ട് അയാൾ
അയാളുടെ പേഴ്സണൽ കുറേ ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്, അവരെ ഫേവർ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യമൊക്കെ ഇയാളുടെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മല്ലു ട്രാവലറിനെയൊക്കെ എടുത്തുടുക്കുമായിരുന്നു. ആ രീതിയിൽ പച്ചയ്ക്ക് മല്ലു ട്രാവലറിനെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം മല്ലു ട്രാവലറിൻ്റെ ഒരു കേസ് വന്ന് അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ്സും ഇപ്പോൾ ഇല്ല. കിക്കിൻ്റെ സെക്രട്ടറിയാണ്, അറിയാമല്ലോ. കിക്ക് എന്ന് പറഞ്ഞാൽ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഫുൾ ഫോം, യൂട്യൂബേഴ്സിൻ്റെ സംഘടന. അതിൻ്റെ സെക്രട്ടറിയാണ്. പ്രസിഡൻറ്റ് മറ്റേ ഖാദർ കരിപ്പൊടി. രണ്ടും നല്ല ബെസ്റ്റ് ടീംസാണ്. ഓക്കെ, അങ്ങനെ മല്ലു ട്രാവലറിൻ്റെ ആ ഒരു കേസ് വന്ന സമയത്ത് ഇവരെല്ലാം ഇടപെട്ട്, എന്നിട്ട് ആ കേസ് എങ്ങോട്ട് പോയോ എന്തോ ഒരു പിടുത്തമില്ല. ഇപ്പം മല്ലു ട്രാവലറിൻ്റെ ഒരു വീഡിയോ പോലും നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ചെയ്യാറില്ല. അല്ലെങ്കിൽ നേരത്തെ മല്ലു ട്രാവലർ തുമ്മിയാലും തൂറിയാലും വീഡിയോ ചെയ്യുന്ന സീക്രട്ട് ഏജൻറ്റ് മല്ലു ട്രാവലർ പുള്ളിയുടെ ഫേവറേറ്റ് ആയപ്പോഴത്തേക്ക് അതുപോലെ ചെയ്തിട്ടില്ല. ഇനി അഥവാ ചെയ്താൽ തന്നെ മല്ലു ട്രാവലറിന് ഒരു പക്ഷം പിടിച്ചിട്ടായിരിക്കും പുള്ളി ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആവണി ആവൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ സാത്താൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു യൂട്യൂബറും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ആ സമയത്ത് ആ ഒരു ഇഷ്യൂ ഒക്കെ നൈസായിട്ട് ഇയാൾക്കൊരു സബ്ജക്റ്റാണ്, ഇയാളുടെ ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അയാൾ അതൊരു സബ്ജക്റ്റ് ആക്കാതെ ഈ ആവണി ആവൂസിൻ്റെ അമ്മയ്ക്ക് ആ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ച്. സോ ഇയാളത് വീഡിയോ ആക്കിയിട്ടില്ല. ഓക്കെ, അതാ പറഞ്ഞാൽ ഇയാളുടെ കുറേ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ട്. അവർക്കെതിരെ എന്തെങ്കിലും അലിഗേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇയാൾ വീഡിയോ ചെയ്യത്തില്ല. കുറച്ച് മനുഷ്യരാണ്, നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ തുടങ്ങി വെക്കുന്നത് ഒരു തീവ്രമായ സാധനമാണ്. ഇവറ്റകൾ എന്നെ ഏത് രീതിയിൽ വേണമല്ലോ അപായപ്പെടുത്താം, ഏത് രീതിയിൽ വേണമല്ലോ എനിക്ക് വരാം. എന്റെ ശത്രു എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഫിജോയല്ല, ഫിജോയേക്കാൾ വലിയ ചെങ്കീരികളാണ് ഇവറ്റകൾക്ക് എനിക്കിനി എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സായിക്കും, ഖാദർ കരിപ്പൊടിക്കും അവന്റെ കൂടെയുള്ള ഈ പുഴുക്കൾക്കുമാണ്. അത് ഉറപ്പിച്ച് ഞാൻ പറയണു. ഇത് റെക്കോർഡഡ് ആയിട്ട് എടുത്തുകൊള്ളുക. ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ഉറപ്പിച്ചുകൊള്ളൂ, ഇവന്മാർ പറയുന്നത് മുഴുക്ക കളവാണ്. ഇത് കൃത്യമായിട്ട് ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് തിരിച്ചറിഞ്ഞാൽ എന്റെ ജീവന് പോലും അപകടമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവന്മാർ എന്നെ സ്ട്രൈക്ക് ചെയ്തു, ഞാൻ തിരിച്ച് അവന്മാരെ സ്ട്രൈക്ക് ചെയ്തു. പക്ഷെ ഞാൻ അവരെ ചാനൽ കളയിച്ചിട്ടില്ല, ഞാൻ സൈലന്റ് ആയിട്ട് വിട്ടു. ആ ഒരു നീതി അവർ എന്നോട് കാണിച്ചില്ല. പക്ഷേ കല്യാണ മാമാങ്കവും ബർത്ത്ഡേ പാർട്ടികളിലും ഇവരുടെ യൂണിറ്റി ഞാൻ കണ്ടതാണ്. താത്താടെ പ്രശ്നം എന്ന് വെച്ചാൽ താത്താടെ ചാനൽ ഇവന്മാരെല്ലാം കൂടെ പൂട്ടിച്ച്, ഇവന്മാരെല്ലാം സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിച്ച് 100K എങ്ങാണ്ടുള്ള ചാനലായിരുന്നു. അതിൻ്റെ രോഷമാണ്. അല്ലാതെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ, നാളെ വണ്ടി ഇടിച്ച് സംഭവിച്ചാൽ സീക്രട്ട് ഏജൻ്റ് അങ്ങോട്ട് ഇടിച്ചതെന്നും പറയുന്നില്ല. സീക്രട്ട് ഏജൻറ്റ് കാറിൽ നിന്ന് ഇറങ്ങി അങ്ങേർക്ക് സമയമില്ല, അന്നേരമാണ് ഇനി വണ്ടി ഇടിച്ച് കൊല്ലാൻ പോകുന്നത്. അതിനുള്ള ഗട്ട്സൊന്നും അങ്ങേർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഖാദർ കരിപ്പൊടിയും ഡെയിലി 4 വീഡിയോ ആണ് ഇവന്മാർ ഇടുന്നത്. എക്സ്പെഷ്യലി സീക്രട്ട് ഏജൻറ്റ് ഈ 4 വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ 24 മണിക്കൂറാവും. എവിടെ കണ്ടന്റ് ഉണ്ടെന്നും പറഞ്ഞ് തപ്പി നടക്കുന്ന ടീംസാണ്. സീക്രട്ട് ഏജൻറ്റ് ഒരു കാര്യം എനിക്ക് ഇഷ്ടമാണ്, പുള്ളി പ്രൊമോഷൻ ഒന്നും ചെയ്യുന്നില്ല. യൂട്യൂബിൽ നിന്ന് വരുന്ന യൂട്യൂബിൽ നിന്ന് കൊടുക്കുന്ന പൈസ വെച്ചിട്ടാണ് പുള്ളി ജീവിക്കുന്നത്. അല്ലാതെ കൊല്ലാനുള്ള ഗട്ട്സോ അല്ലെങ്കിൽ കൊല്ലുന്ന പരിപാടിയൊന്നും പുള്ളിക്ക് പറഞ്ഞിട്ടില്ല. പുള്ളിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ചുമ്മാ താത്തയുടെ വാഗീറിയ കോടാലി പോലെ താത്ത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതാണ്, വലിയ കാര്യമൊന്നുമില്ല. ഇതിപ്പം മാന്യമായിട്ടല്ലേ സംസാരിച്ച് വേറെ അല്ലാത്ത കുറേ സംഭാഷണങ്ങളുണ്ട്. മറ്റേ പോയ ചാനലിനകത്ത് കുറേ കടപ്പുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, സൂപ്പറാ. അതുപോലെ തന്നെ ഇവരെ വിളിച്ചിട്ട് സീക്രട്ട് ഏജൻറ്റ് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുതുകാടിനെതിരെയുള്ള 2 പോക്സോ കേസ്, അതിൻ്റെ ഒരു വോയിസ് റെക്കോർഡൂടെ കേട്ടിട്ട് നമുക്ക് അത് സംസാരിക്കാം. ഓക്കെ, 2 പോക്സോ കേസിന് പിന്നാലെ മുതുകാടിന്റെ 2023 കഴിഞ്ഞ കൊല്ലം 2 കേസ്, ഒരു പ്രകൃതി വിരുദ്ധ പീഡനവും ഒരു പോക്സോ കേസും കഴക്കൂട്ടം സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് CC ആണ്. നമ്മൾ CIനെ വിളിച്ചപ്പോഴും CI പറഞ്ഞു ഞാൻ പുതിയ ആളാ, എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല, ഞാൻ വന്നതിന് ശേഷം ഒരു CC വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ സ്റ്റിപ്പായി. പിന്നെ നമ്മൾ SHOനെ വിളിച്ച സമയത്ത് SHO ഒഴിഞ്ഞു മാറി. അത് രണ്ടും ആയപ്പോ പിന്നെ നമുക്ക് ഭയങ്കര ഡൗട്ട്. ഇനിയിപ്പോ നമ്മൾ അവിടെ ഒരാളെ നേരിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പയ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അതാ നോക്കണേ, കാരണം ഇയാൾ മിണ്ടാതിരിക്കുന്നത് ഈ കേസ് പുറത്ത് വരാതിരിക്കാനാണ്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് പറയുന്നത് നമ്മുടെ മുതുകാടിനെതിരെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ 2 കേസുണ്ട്. ഒന്ന് പ്രകൃതി വിരുദ്ധത, 2 പോക്സോ. 2 കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനമാണ്. അത് പുള്ളിക്കാരൻ വിളിച്ചന്വേഷിച്ച സമയത്ത് അവരൊഴിഞ്ഞു മാറുകയാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറയിലാണ് ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ്.
മനസ്സിലായോ? അതിനെയാണ് സീക്രട്ട് ഏജൻറ്റ്. ഇപ്പോഴാണ് രഹസ്യാന്വേഷകൻ യഥാർത്ഥത്തിലായത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മുടെ ഇത്തിത്ത അന്വേഷിച്ചിട്ട് പറയുന്നുണ്ട്. ഇത്തിത്ത അന്വേഷിച്ചതാണ്, എനിക്കറിയത്തില്ല ഇത്തിത്ത എവിടെ പോയി അന്വേഷിച്ചത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം എന്തായാലും. അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ന്യൂസ് ഇൻഫോർമേഷൻ ഇതാണ്. ഈ ഗ്രൂപ്പിൽ തന്നെ, അതായത് ഈ സ്ഥാപനത്തിൽ തന്നെ ഉള്ള ഒരു കുട്ടി, ഈ ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടി തന്നെ മറ്റ് 2 കുട്ടികളെ ഉപദ്രവിച്ചതാണ് ഈ 2 കേസ്. ഒരേ കുട്ടിയുടെ പേർക്ക് തന്നെയാണ് ഈ 2 കേസും ഉള്ളത്. സ്ഥാപനമാണ് വാദിയായിട്ടുള്ളത്. സ്ഥാപനമാണ് ഈ കേസ് നിയമ വശങ്ങൾ, അതായത് അവരോട് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ സ്ഥാപനം കൊടുത്ത കേസാണ് എന്ന് വെച്ചാൽ മുതുകാട് സാറിന്റെ അണ്ടറിലുള്ള സ്ഥാപനം കൊടുത്ത കേസിനെ മുതുകാട് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഇത് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ നമ്മുടെ താത്ത പറയുന്നത് മുതുകാടിനെതിരെ ഉള്ള കേസല്ല, മുതുകാടാണ് ഈ കേസ് കൊടുത്തത്. സോ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു കുട്ടി വേറെ 2 കുട്ടികൾക്ക് നേരെ ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ചെയ്തപ്പോൾ ആ ഒരു വിഷയം മുതുകാടാണ് കേസ് കൊടുത്തത് എന്നാണ് നമ്മുടെ താത്ത പറയുന്നത്. ഇതിനകത്ത് എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇതിനെയും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ മുതുകാടാണ് അങ്ങനത്തെ ഒരു സംഭവം കൊടുത്തതെങ്കിൽ പോലീസുകാർ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ലല്ലോ. പോലീസുകാർക്ക് പറയാമല്ലോ. എനിക്കൊന്ന് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കളിക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് എന്ത് പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദിസ് തിങ്സ് ഇറ്റ് ഈസ് എ കണ്ടക്റ്റ്. സോ അതിപ്പോൾ സഫീന ബീവിക്കാണെങ്കിലും സീക്രട്ട് ഏജൻറ്റിനാണെങ്കിലും ഈ പറയുന്ന എനിക്കാണെങ്കിലും ദിസ് ഈസ് എ കണ്ടക്റ്റ്. അല്ലാതെ മുതുകാടിനെ പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ മുതുകാടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികളെ രക്ഷപ്പെടുത്താനോ ഉള്ള നമുക്ക് പരിപാടിയൊന്നുമല്ല. നമ്മൾ യൂട്യൂബ് ഇങ്ങനെ വളവള അടിക്കുന്നതാണ്, അതിൻ്റെ ഒറ്റത്തിൽ അടിക്കുന്ന അത്രയേ ഉള്ളൂ. തിത്താ വളവള അടിക്കുവാണോടെ. നമുക്ക് ബാക്കിയും കൂടെ, ഇതിൻ്റെ ബാക്കിയുണ്ട്, അതുകൂടെ ഒന്ന് കേട്ടു നോക്കാവേ. വേറൊരു വോയിസും കൂടെ ഉണ്ട്. അതാണ് ഇതിനകത്തുള്ള അയണീതിങ്. അതാണ് ശരിക്ക് പറഞ്ഞാൽ ഇയാളൊരു കള്ളനാണെന്നും ഇവന്മാര് സുനിത ദേവദാസ് ഉൾപ്പെടെ ഇതിനകത്തുണ്ട് എന്നും എനിക്ക് ബോധ്യപ്പെട്ടത്. വോയിസ് 1-2 മാസത്തെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഷിഹാബിനെ പത്രസമ്മേളനത്തിന് എത്തിക്കുന്നത്. അത്രയും കാലം ഞാൻ ഈ ഷിഹാബിനെ പറഞ്ഞാ എത്തിക്കുന്നത്. പിന്നെ ഇതൊക്കെ സുനിതയ്ക്ക് അറിയാട്ടോ. ഈ കേസൊക്കെ സുനിതയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാ മുന്നോട്ട് പോയത്. സുനിത ദേവദാസ് എന്ന് പറയുന്ന യൂട്യൂബറെ അറിയാമായിരിക്കുമല്ലോ. സോ ഈ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു ലേഡി വെർഷനാണ് അവരാണ് ഈ മുതുകാടിനെതിരെയുള്ള ആദ്യത്തെ ആണി അടിച്ചത്. അവരാണ് ഇതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് സീക്രട്ട് ഏജൻറ്റ് പറയുന്ന ഒരു വൈറ്റൽ പാർട്ടുണ്ട്. ഷിഹാബിനെ 1.5-2 മാസമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ആ ഒരു പത്രസമ്മേളനത്തിൽ ഷിഹാബിനെ കൊണ്ടുവന്നിരുത്തി മുതുകാടിനെതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ അടിച്ചു വിട്ടതെന്ന്. സോ അന്നേരം തന്നെ നമുക്കതിനകത്ത് ഒരു കാര്യം ക്ലിയറാണ്. മുതുകാടിനെ ഒതുക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ സീക്രട്ട് ഏജൻറ്റ് കഷ്ടപ്പെടുന്നുണ്ട്, നല്ല രീതിയിൽ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. സോ അപ്പം ഇതിനകത്ത് സീക്രട്ട് ഏജൻറ്റിൻ്റെ പ്രോഫിറ്റ് യൂട്യൂബ് വരുമാനം മാത്രമാണോ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി മുതുകാട് ഇനിയിപ്പോൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഓക്കെ, പുള്ളിക്കാരന് വരുമാനവും കിട്ടും, മുതുകാടിൻ്റെ കുണ്ടിക്ക് തുളയും വീഴും. ഓക്കെ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കാര്യം എനിക്കിതിനെപ്പറ്റി എന്തോ പറയാനിടയിൽ നമ്മൾ ഒരാളുടെ ഭാഗം മാത്രം കേട്ടോണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും മുതുകാട് കേസ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്തെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും അറിയത്തില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്കും അറിയത്തില്ല. ഇവന്മാർ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. സോ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ ഒന്ന് പറയുക. സോ അപ്പോൾ ശരി, ബൈ, ഗുഡ് നൈറ്റ്.